ഡിഫറൻഷിയേഷൻ്റെ 10ാമത്തെ ക്ലാസ്സിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിൽ ഡിഫറൻഷിയേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പഠിക്കുന്നത്. ചെയിൻ റൂൾ ഓഫ് ഡിഫറൻഷിയേഷൻ എന്നറിയപ്പെടുന്ന ഒരു റൂൾ പഠിക്കാൻ പോവുകയാണ്. ആ ചെയിൻ റൂളിൻ്റെ കുറിച്ച് പറയുമ്പോൾ ഡിഫറൻഷിയേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൂളാണ് ചെയിൻ റൂൾ എന്ന് പറയേണ്ടി വരും. കാരണം ചെയിൻ റൂൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ച ബേസിക് തിയറങ്ങളോടൊപ്പം ചെയിൻ റൂൾ കൂടി പഠിക്കുമ്പോൾ നിങ്ങൾ ഡിഫറൻഷിയേഷൻ പഠിച്ചു എന്ന് പറയാം. കാരണം പിന്നീട് അങ്ങോട്ടുള്ള ഏതൊരു മെത്തേഡും ഏതൊരു റൂളും ഇതിനെല്ലാം തന്നെ ചെയിൻ റൂളിൻ്റെ ആവശ്യമുണ്ട്. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ചെയിൻ റൂൾ അറിഞ്ഞൂടാ എങ്കിൽ ഡിഫറൻഷിയേഷൻ പഠിക്കാൻ കഴിയില്ല. ഡിഫറൻഷിയേഷൻ പഠനം അതോടുകൂടി അവസാനിച്ചു എന്ന് പറയാൻ ചെയിൻ റൂൾ പഠിക്കുന്നില്ല എങ്കിൽ. അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒരു റൂളാണ് ചെയിൻ റൂൾ. അതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ആദ്യം നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് എന്താണ് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ്റെ ഡെഫിനിഷനിലൂടെയാണ് ചെയിൻ റൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ തുടങ്ങുകയാണ്. ലെറ്റ് y is equal to f of u. y is a function of u. Function of u means it is an expression in u. y is a function of u. Where u equal to g of x. g is another function. u equal to g of x. u another function of x. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? y ഫംഗ്ഷൻ ഓഫ് യു ആണ്, യു ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. ദെൻ ഈ യുവിന് പകരം നമുക്ക് ജി ഓഫ് എക്സ് കൊടുക്കാം. അപ്പോൾ y is equal to f of g of x എന്നാവും. ഫംഗ്ഷൻ ഓഫ് f of g of x. ഇതിനെ വിളിക്കുന്ന പേരാണ് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ. അങ്ങനെ വിളിക്കാൻ കാരണം y ഫംഗ്ഷൻ ഓഫ് യു ആണ്, ആ യു ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ y ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് ആണ്. അപ്പോൾ ശരിക്കും അത് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ തന്നെയാണ്. മറ്റൊരു ടേം ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ് ആണ് ഉദ്ദേശിക്കുന്നത്, മറ്റൊരു ടേം ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ. അപ്പോൾ ഒന്ന് രണ്ട് എക്സാമ്പിളുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ എന്നുള്ളത് ക്ലിയർ ആവും. ഫസ്റ്റ് എക്സാമ്പിളായിട്ട് ഞാൻ കാണിക്കുന്നത് y is equal to sin x raised to 5. അവിടെ നമ്മൾ ഈ x raised to 5നെ u എന്ന് കണക്കാക്കിയാൽ y is equal to sin u എന്നാവും. x raised to 5നെയാണ് നമ്മൾ u എടുത്ത. y is equal to sin u. What is u? Where u is equal to x raised to 5. നമ്മൾ പറഞ്ഞ ഡെഫിനിഷൻ ശരിയാവുന്നുണ്ടോ നോക്കിയേ. y is equal to sin u. y is equal to a function of u എന്നല്ലേ ആദ്യം പറഞ്ഞ ആണല്ലോ. What is u? u is equal to x raised to 5. u is equal to a function of x. അപ്പോൾ y equal to a function of u where u is equal to a function of x എന്ന് പറയുന്നത് ശരിയായി. എങ്ങനെയാ? x raised to 5നെ u എന്നെടുത്തപ്പോൾ y is equal to sin u where u is equal to x raised to 5. അപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കണം. ഇതെങ്ങനെയാണ് ഈ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ ആയത് എന്നുള്ളത്. Another example, y is equal to root of cos x. ഇവിടെ നമ്മൾ cos x നെ u എന്നെടുത്താൽ y equal to root u എന്ന ഫോം ആവും. അപ്പോൾ y equal to function of ui. What is u? u equal to cos x. അപ്പോൾ u is a function of x. cos x നെയാണ് u എന്നെടുത്തത്. അപ്പോൾ y equal to root u എന്ന് പറയുന്നത് y function of u ആയിരിക്കുന്നു. What is u? u equal to cos x. u function of x. Another example, y equal to log sin x. ഇവിടെ sin x നെ u എന്നെടുക്കുകയാണെങ്കിൽ y equal to log u. sin x നെയാണ് u ആയി എടുത്തത്. അപ്പോൾ y equal to log u. What is u? Where u equal to sin x. y equal to log u. y is a function of u. What is u? u equal to sin x. u is a function of x. sin x നെയാണ് u ആയിട്ട് എടുത്തത്. എന്നാൽ അടുത്ത എക്സാമ്പിൾ നോക്കുക. y is equal to tan log x. ഇവിടെയൊക്കെ ശ്രദ്ധിച്ചോളണം. tan x into log x എന്നല്ല, tan of log x. log x ന്റെ tan. y is equal to tan log x. ഇവിടെ നമ്മൾ log x നെയാണ് u ആയി കണക്കാക്കുന്നത്. അപ്പോൾ y equal to tan u എന്നായി. y is a function of u ആയി. What is u? u is equal to log x. u is a function of x. Another example, y equal to sin raised to 5x. ഈ sin raised to 5x എന്ന് പറഞ്ഞാൽ അത് sin x the whole raised to 5 എന്നാണ്. sin x the whole raised to 5 എന്ന് പറഞ്ഞാൽ sin x into sin x 5 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതാണ് sin raised to 5x. നമ്മൾ അവിടെ sin x നെ u ആയി കണക്കാക്കാം. അപ്പോൾ u raised to 5 എന്നായി. y equal to u raised to 5 where u equal to sin x. y equal to u raised to 5 where u equal to sin x.
Another example, y is equal to e raised to sin x. y is equal to e raised to sin x. അവിടെ നമ്മൾ sin x നെ u ആയി കണക്കാക്കുന്നു. അപ്പോൾ y is equal to e raised to u. sin x നെയാണ് u ആക്കിയത്. അപ്പോൾ y equal to e raised to u. Where u എന്ന് പറയുന്നത് sin x ആണ്. u is equal to sin x. y equal to e raised to u എന്ന് പറയുമ്പോൾ y function of u ആണ്. What is u? u equal to sin x. u function of x ആണ്. ഇതാണ് function of a function എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്കിനി ചെയിൻ റൂളിലേക്ക് കയറാം. അതാണ് നമ്മൾ അടുത്തതായി പറയുന്നത്. ഇത് നന്നായിട്ട് മനസ്സിലാക്കണം. ഈ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ എന്ന കൺസെപ്റ്റ് വളരെ കൃത്യമായി മനസ്സിലാക്കണം. ദെൻ ചെയിൻ റൂൾ ഓഫ് ഡിഫറൻഷിയേഷൻ. ചെയിൻ റൂൾ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ എന്നും പറയും. നമ്മൾ ഡിഫറൻഷിയേഷൻ പഠിക്കുമ്പോൾ y ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ് എങ്കിൽ നമുക്ക് ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ്, ദാറ്റ് മീൻസ് dy ബൈ ഡി എക്സ് ഡിഫൈൻ ചെയ്യാം. y ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് എക്സ്, അപ്പോഴാണ് dy ബൈ ഡി എക്സ് ഡിഫൈൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ y ഫംഗ്ഷൻ ഓഫ് u ആണെങ്കിൽ നമുക്ക് dy ബൈ ഡി യു ഡിഫൈൻ ചെയ്യാൻ പറ്റും. y ഫംഗ്ഷൻ ഓഫ് v ആണെങ്കിൽ dy ബൈ ഡി വി ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ധാരണ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ റൂളിലേക്ക് വരാം. എന്താ പറയണത്? ലെറ്റ് y is equal to f of u. y is a function of u where u is equal to g of x. u another function of x. നമ്മളിപ്പോൾ പറഞ്ഞ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ ആണ്. കാരണം യുവിന് പകരം g of x എന്നുള്ളതെടുത്ത് ഈ f of uവിൽ യുവിൻ്റെ സ്ഥാനത്ത് g of x കൊടുത്താൽ y equal to f of gx എന്നാവും. ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ. ശരിക്കും പറഞ്ഞാൽ y ഒരു എക്സിലുള്ള ഫംഗ്ഷനായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ y equal to f of u where u is equal to g of x. അപ്പോൾ യുവിന് പകരം നമ്മൾ gx കൊടുത്താൽ y f of gx എന്നാവും. y ഫംഗ്ഷൻ ഓഫ് x ആയി മാറും. y f അപ്പോൾ നമുക്ക് dy ബൈ ഡി എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. മറ്റൊന്ന് y f of u ആയതുകൊണ്ട് y ഫംഗ്ഷൻ ഓഫ് u ആയതുകൊണ്ട് നമുക്ക് dy ബൈ ഡി യു കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ u g of x ആണ്. u another ഫംഗ്ഷൻ ഓഫ് x ആണ്. അതുകൊണ്ട് നമുക്ക് du ബൈ ഡി എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. ചെയിൻ റൂൾ പറയുന്നത് dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു dy ബൈ ഡി യു ഇൻറ്റു du ബൈ ഡി എക്സ്. ഇതാണ് റൂള്. dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ആദ്യം എന്ത് ചെയ്യുന്നു? y ഫംഗ്ഷൻ ഓഫ് u ആയതുകൊണ്ട് ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു u, ദാറ്റ് ഈസ് dy ബൈ ഡി യു കണ്ടുപിടിക്കുന്നു. ദെൻ ഇൻറ്റു യുവിൻ്റെ u ഫംഗ്ഷൻ ഓഫ് x ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x, ദാറ്റ് മീൻസ് du ബൈ ഡി എക്സ് കണ്ടുപിടിക്കുന്നു. dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു dy ബൈ ഡി യു ഇൻറ്റു du ബൈ ഡി എക്സ്. ഇതാണ് ചെയിൻ റൂള്. ഇതിൻ്റെ പ്രൂഫ് നമുക്ക് വേണ്ട. ആ റൂള് പഠിക്കുക, ആ റൂൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് ചെയ്യുക, അത്രയും മാത്രമേ ഉള്ളൂ. പ്രൂഫൊന്നും തന്നെ നമുക്ക് പഠിക്കാനില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലങ്ങളിലേക്ക് വരാം. ഡിഫറൻഷിയേറ്റ് ദ ഫോളോയിങ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നമ്മൾ ആദ്യം ചെയ്യാൻ പോണത് ഈ ഫോർമുല നേരിട്ട് അപ്ലൈ ചെയ്തുകൊണ്ട് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുകയും എന്നിട്ട് അതിൽ ആ ഫോർമുല മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ഫോർമുല ഒന്നും എഴുതണ്ട, അതിലെ ടെക്നിക്ക് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചത് മനസ്സിലാക്കുക. സൈൻ എക്സ് റൈസ് ടു 5 ആണ്. അപ്പോൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: y is equal to sin x raised to 5. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ ഈ എക്സ് റൈസ് ടു 5 പകരം നമുക്ക് u എന്ന് എഴുതാം. അപ്പോൾ എന്താകും? y is equal to sin u എന്നാവും. y is equal to sin u. എന്താണ് u? വേറെ u equal to x raised to 5. അപ്പോൾ ഇപ്പം നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവമായല്ലോ. y equal to a function of u ആയി. What is u? u is equal to a function of x ആയി. അപ്പോൾ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ ആയി. നമുക്ക് ചെയിൻ റൂൾ ഉപയോഗിക്കാം. dy ബൈ ഡി എക്സ് ഈക്വൽ ടു dy ബൈ ഡി യു ഇൻറ്റു du ബൈ ഡി എക്സ്. y sin u ആണ്. അപ്പോൾ dy ബൈ ഡി യു ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു u. ഡെറിവേറ്റീവ് ഓഫ് y മീൻസ് ഡെറിവേറ്റീവ് ഓഫ് sin u. ഡെറിവേറ്റീവ് ഓഫ് sin u വിത്ത് റെസ്പെക്ട് ടു u, അതാണ് dy ബൈ ഡി യു എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് sin x വിത്ത് റെസ്പെക്ട് ടു x cos x ആണ്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് sin u വിത്ത് റെസ്പെക്ട് ടു u എന്ന് പറയുന്നത് cos u ആണ്. അതാണ് cos u ഇൻറ്റു du by dx, that means derivative of u with respect to x.
Derivative of u means derivative of x raised to 5 with respect to x. അത് 5x raised to 4 ആണ്. ഒന്നുകൂടെ നോക്കുക. dy by dx is equal to dy by du into du by dx. dy by du means derivative of y with respect to u. അപ്പോൾ ആദ്യം sin u ന്റെ ഡെറിവേറ്റീവ് ഓഫ് sin u ആണ്. sin u ന്റെ ഡെറിവേറ്റീവ് with respect to u അത് cos u into du by dx, that means u ന്റെ ഡെറിവേറ്റീവ് u x raised to 5 ആണ് അതിന്റെ ഡെറിവേറ്റീവ്, അത് 5x raised to 4. ഇനി cos u ന് പകരം x raised to 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ cos x raised to 5 into 5x raised to 4. ഇതാണ് ഡിഫറൻഷിയേഷൻ ചെയ്യുന്ന മെത്തേഡ്. ഇപ്പോൾ നമ്മൾ ചെയ്ത മെത്തേഡ് ഒന്നുകൂടി നിങ്ങൾ അതിനെ സൂക്ഷ്മമായി വിലയിരുത്തുക. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ x raised to 5നെ u എന്നൊക്കെ എഴുതി, അങ്ങനെയൊന്നും എഴുതാതെ തന്നെ ഇതിൻ്റെ ആൻസർ എഴുതാൻ പറ്റും. എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത കാര്യം ശ്രദ്ധിക്കുക. എന്താ നമ്മൾ ചെയ്തത് x raised to 5നെ u എന്നെടുത്തു. അപ്പോൾ ഇത് sin u ആയി. ആദ്യം നമ്മൾ എടുത്തത് ആ sin uവിൻ്റെ ഡെറിവേറ്റീവാണ്, അതാണ് cos u. ആ cos u മീൻസ് cos x raised to 5. ഇതാണ് ആദ്യം നമ്മൾ ചെയ്തത്. ഈ ഒരു ചെയ്ത കാര്യം നമ്മൾ ഇങ്ങനെ u എന്നൊന്നും എഴുതണ്ടല്ലോ, നമുക്ക് മനസ്സിൽ തന്നെ കണക്ക് കൂട്ടാമല്ലോ. എന്താണ്, നമ്മൾ x raised to 5നെ u എന്നെടുത്തു, അപ്പോൾ അത് sin u ആയി. ആ sin uവിൻ്റെ ഡെറിവേറ്റീവാണ് ആദ്യം എഴുതേണ്ടത്, അത് cos u ആണ്. u എന്ന് പറഞ്ഞാൽ x raised to 5 ആണ്, അപ്പോൾ അത് cos x raised to 5 ആണ്. ഇത് എഴുതാൻ u എന്ന് നമുക്ക് ആ പേപ്പറിൽ എഴുതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് നമ്മുടെ മനസ്സിലേക്ക് പോയാൽ മതി അല്ലേ. x raised to 5നെ u എന്നെടുക്കുന്നു, അപ്പോൾ sin u ആയി. sin uവിൻ്റെ ഡെറിവേറ്റീവാണ് cos u. cos u മീൻസ് cos x raised to 5. അത്ര എഴുതാൻ എളുപ്പമാണല്ലോ. ഇനി ഇൻറ്റു യുവിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഇനി യുവിൻ്റെ ഡെറിവേറ്റീവാണ് എഴുതിയിരിക്കുന്നത്. x raised to 5ൻ്റെ ഡെറിവേറ്റീവാണ്, അത് 5x raised to 4. അപ്പോൾ ഒന്നുകൂടെ പറയാം, നമ്മൾ ചെയ്തത് x raised to 5നെ u എന്നെടുത്തു, അപ്പോൾ sin u എന്നായി. ആ sin uവിൻ്റെ ഡെറിവേറ്റീവ് cos u ആണ്, ദാറ്റ് മീൻസ് cos x raised to 5 ആണ്. നൗ ഇൻറ്റു, ഇനി മൾട്ടിപ്ലൈ ചെയ്യണം. എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? നമ്മൾ u എന്നെടുത്ത x raised to 5 ഉണ്ടല്ലോ, അതിൻ്റെ ഡെറിവേറ്റീവ്, അതാണ് 5x raised to 4. അപ്പോൾ ഇത് ഇത്രയും ഡീറ്റെയിൽഡ് സ്റ്റെപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരൊറ്റ സ്റ്റെപ്പിൽ അത് ആൻസർ എഴുതാം. എങ്ങനെയാ? ഇതുപോലെ y is equal to sin x raised to 5 dy by dx is equal to, ഒറ്റ സ്റ്റെപ്പാണ്. x raised to 5നെ u എന്നെടുത്തു, അപ്പോൾ sin u, അത് മനസ്സിൽ വിചാരിക്കുക, sin u. അപ്പോൾ sin uവിൻ്റെ ഡെറിവേറ്റീവ് cos u, അതാണ് cos x raised to 5 ഇൻറ്റു, ഇനി ആ u എന്നെടുത്ത x raised to 5 അതിൻ്റെ ഡെറിവേറ്റീവ്, ഇറ്റ് ഈസ് 5x raised to 4. അപ്പോൾ ഇത് ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഇത് ചെയ്യുക. കുറച്ച് പ്രോബ്ലം നമ്മളിങ്ങനെ ചിന്തിച്ച് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ u എന്നൊന്നും മനസ്സിൽ ചിന്തിക്കേണ്ട, അല്ലാതെ തന്നെ നമുക്കിതിനെ എഴുതാൻ പറ്റും. അടുത്തൊരു പ്രോബ്ലം കാണാം, ഡീറ്റെയിൽഡ് സ്റ്റെപ്പിലേക്ക് പോവില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ, tan x raised to 7. അപ്പോൾ തുടങ്ങുകയാണ്. ലെറ്റ് y is equal to tan x raised to 7. ശ്രദ്ധിക്കണം, നമ്മൾ ചെയ്യുന്ന കാര്യം x raised to 7നെ u എന്നെടുത്തു. ഞാൻ ചെയ്ത കാര്യം സൈഡിലോട്ട് മാറ്റി കാണിച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി കാണിച്ചിരിക്കുകയാണ്. നമ്മൾ പരീക്ഷയ്ക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും എഴുതണ്ട, ഇത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി കാണിച്ചിരിക്കുക. എന്താണ്, ഈ x raised to 7നെയാണ് നമ്മൾ u എന്ന് എടുത്തത്, അപ്പോൾ tan u എന്ന് ആയി. ആ tan uവിൻ്റെ ഡെറിവേറ്റീവ് ഓഫ് tan u എന്ന് പറയുന്നത് sec square u ആണ്. u x raised to 7 ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ sec square u മീൻസ് sec square x raised to 7. ഇത് ഇത്രയും കാര്യമാണ് നമ്മൾ മനസ്സിലേക്ക് ചിന്തിക്കേണ്ടത്. അതൊന്നും പേപ്പറിൽ വേണ്ട, എഴുതുന്നത് എന്ത് മതി, x raised to 7നെ u ആക്കി, അപ്പോൾ tan u ആയി. ആ tan uവിൻ്റെ ഡെറിവേറ്റീവാണ് ആദ്യം എടുക്കേണ്ടത്, ആ sec square u ആണ്, അതാണ് sec square x raised to 7 ഇൻറ്റു, ഇനി എഴുതേണ്ടത് ഈ നമ്മളിപ്പോൾ u എന്നെടുത്തത് x raised to 7നെ അല്ലേ, ആ uവിൻ്റെ ഡെറിവേറ്റീവാണ്, അതായത് x raised to 7ൻ്റെ ഡെറിവേറ്റീവാണ് 7x raised to 6. ഡിഫറൻഷിയേഷൻ കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഈ സൈഡിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് നമ്മൾ ചെയ്തത്. അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ സൈഡിൽ ഇങ്ങനെ എഴുതി കാണിച്ചെന്നേ ഉള്ളൂ. പരീക്ഷയ്ക്ക് എഴുതുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഇനി പ്രോബ്ലം ചെയ്യുമ്പോഴോ ഒന്നും ഇങ്ങനെ വേണമെന്നില്ല. നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാക്കാൻ വേണ്ടി സൈഡിലേക്ക് മാറ്റി എഴുതി വെച്ചേക്കുക. പക്ഷെ കുറച്ച് നിങ്ങൾ ഇതുപോലെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ഇങ്ങനെ ഒന്നും എഴുതാതെ തന്നെ ചെയ്യാനുള്ള പ്രാക്ടീസിലേക്ക് നിങ്ങൾ എത്തും. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. സൈൻ ലോഗ് എക്സ്. ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. എങ്ങനെയാണ് ഈ ലോഗ് എക്സിനെ നമുക്ക് യു ആയി കണക്കാക്കാം.
ലോഗ് എക്സിനെ യു ആയി കണക്കാക്കിയാൽ ഈ ഫംഗ്ഷൻ എങ്ങനെയാവും? സൈൻ യു എന്നാവും. അപ്പോൾ ലെറ്റ് വൈ ഈക്വൽ ടു സൈൻ ലോഗ് എക്സ്. ലോഗ് എക്സിനെ നമ്മൾ യു എന്ന് കണക്കാക്കുന്നു, അപ്പോൾ സൈൻ യു എന്ന് മാറി അല്ലേ? ലോഗ് എക്സിനെ യു ആയിട്ട് കണക്കാക്കിയാൽ ഈ ഫംഗ്ഷൻ സൈൻ യു എന്നായി മാറി. സൈൻ യുവിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം കോസ് യു ആണ് എന്ന്. ഡെറിവേറ്റീവ് ഓഫ് സൈൻ യു കോസ് യു ആണ്. അപ്പം നമുക്കതിനെ കോസ് യു, യു എന്ന് പറയുന്നത് ലോഗ് എക്സ് അല്ലേ, അപ്പോൾ കോസ് ലോഗ് എക്സ്. കണ്ടോ? കോസ് ലോഗ് എക്സ് കണ്ടല്ലോ. ലോഗ് എക്സിനെ യു എടുത്തു, അപ്പോൾ സൈൻ യു, ആ സൈൻ യുവിൻ്റെ ഡെറിവേറ്റീവ് കോസ് യു, അതാണ് കോസ് ലോഗ് എക്സ്. അപ്പോൾ ഈ സൈനിൻ്റെ ഡെറിവേറ്റീവാണ് ആദ്യം എടുത്തത്. ഇൻറ്റു ഇനി എന്ത് ചെയ്യണം? നമ്മൾ യു എന്നെടുത്തത് ലോഗ് എക്സിനെയാണ്, ആ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവാണ് ഇനി എഴുതേണ്ടത്. അപ്പോൾ അത് 1/x ആണ്. അപ്പോൾ കോസ് ലോഗ് എക്സ് ഇൻറ്റു 1/x. ഇറ്റ് ഈസ് കോസ് ലോഗ് എക്സ് ബൈ എക്സ്. നെക്സ്റ്റ് പ്രോബ്ലം ലോഗ് സൈൻ എക്സ്. അത് നിങ്ങൾ സ്വയം ഇതൊന്ന് ചിന്തിച്ച് നോക്കുക എങ്ങനെയായിരിക്കും. y ഈക്വൽ ടു ലോഗ് സൈൻ എക്സ്. നമ്മൾ ഏത് ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ തന്നിരിക്കുന്ന ഫംഗ്ഷനെ y എന്നെടുത്തുകൊണ്ടാണ് തുടങ്ങുന്നത്. y ഈക്വൽ ടു ലോഗ് സൈൻ എക്സ്. ഇവിടെ ഏതിനെ ആയിരിക്കും യു ആക്കുക? സൈൻ എക്സിനെ ആയിരിക്കും യു ആക്കുക. സൈൻ എക്സിനെ യു ആക്കിയാൽ ഇത് ലോഗ് യു എന്ന് മാറി. ലോഗ് യു എന്നത് മാറും. ലോഗ് യു നമുക്ക് സ്റ്റാൻഡേർഡ് റിസൾട്ട് അറിയാവുന്ന കുറേ ഫംഗ്ഷനുകളുണ്ട് അല്ലേ? ട്രിഗണോമെട്രി ഫംഗ്ഷൻ ഉണ്ട്, ലോഗ് എക്സ് ഉണ്ട്, ഇ റേസ് ടു എക്സ് ഉണ്ട്, റൂട്ട് എക്സ് ഉണ്ട്, 1/x ഉണ്ട്, എക്സ് റേസ് ടു n ഉണ്ട്. ഈ ഫോമിൽ ഏതിലെങ്കിലും മാറും. ഇപ്പോൾ ലോഗ് യു ലോഗ് എക്സ് എന്ന ഫോമിലേക്ക് മാറി. സൈൻ എക്സിനെ യു ആയിട്ട് എടുത്തപ്പോഴാണ്. അപ്പോൾ ലോഗ് യു എന്നായി. നമ്മൾ ലോഗ് യുവിൻ്റെ ഡെറിവേറ്റീവ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് ലോഗ് യു 1/u ആണ്. 1/u, യു എന്ന് പറഞ്ഞ സൈൻ എക്സ് ആണ്. അപ്പോൾ 1/sin x അല്ലേ? സൈൻ എക്സിനെ യു എന്ന് എടുത്തപ്പോൾ dy/dx = സൈൻ എക്സിനെ യു എന്ന് എടുത്തു, അപ്പോൾ ലോഗ് യു എന്നായി. ലോഗ് യുവിൻ്റെ ഡെറിവേറ്റീവ് 1/u ആണ്, അത് 1/sin x ആണ്. ഇൻറ്റു ഇനി നമ്മൾ യു എന്നെടുത്ത ഫംഗ്ഷൻ സൈൻ എക്സ്, അതിൻ്റെ ഡെറിവേറ്റീവ് ഇനി എഴുതണം. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. 1/sin x ഇൻറ്റു കോസ് എക്സ്, ദാറ്റ് മീൻസ് കോസ് എക്സ് ബൈ സൈൻ എക്സ്, ഇറ്റ് ഈസ് കോട്ട് എക്സ്. അടുത്ത റൂട്ട് ടാൻ എക്സ്. ഇവിടെയും ഇതുപോലെ ചിന്തിക്കുക. y ഈക്വൽ ടു റൂട്ട് ടാൻ എക്സ് dy/dx = റൂട്ട് ടാൻ എക്സ് ആണ്. ടാൻ എക്സിനെ യു എന്ന് എടുക്കുന്നു, അപ്പോൾ ടാൻ എക്സിനെ യു എന്ന് എടുത്താൽ റൂട്ട് യു. റൂട്ട് യുവിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം. ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് യു 1/2 റൂട്ട് യു ആണ്. അപ്പോൾ 1/2 റൂട്ട് യു, യു എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് അല്ലേ, അപ്പോൾ 1/2 റൂട്ട് ടാൻ എക്സ് ഇൻറ്റു ഇനി ചെയ്യേണ്ടത് നമ്മൾ യു എന്നെടുത്ത ഫംഗ്ഷൻ ടാൻ എക്സ്, അതിൻ്റെ ഡെറിവേറ്റീവ്. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് sec²x. ടാൻ എക്സിന് യു എന്നെടുത്തു, അപ്പോൾ റൂട്ട് യു എന്നായി. റൂട്ട് യുവിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് യു ആണ്, അതാണ് 1/2 റൂട്ട് ടാൻ എക്സ് എന്ന് എഴുതിയത്. ഇൻറ്റു ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് sec²x. അതാണ് അത് മൾട്ടിപ്ലൈ ചെയ്യണം അല്ല. യു എന്നെടുത്ത ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ആണ്. യു എന്നെടുത്തത് ടാൻ എക്സ് ആണ്, ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് sec²x ആണ്. അപ്പോൾ ഇത്രയൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് ചെയ്യേണ്ട ഒരു രീതി മനസ്സിലായി കാണും. 1-2 പ്രാവശ്യം ഒന്ന് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ യു എന്നൊന്നും മനസ്സിൽ ചിന്തിക്കാതെ തന്നെ ഇത് ചെയ്യാൻ കഴിയണം. നമുക്ക് 2 ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇ റേസ്ഡ് ടു സൈൻ എക്സ്, y ഈക്വൽ ടു ഇ റേസ്ഡ് ടു സൈൻ എക്സ്. ഇവിടെ നമ്മൾ ഏതിനെയാണ് യു ആക്കുന്നത്? ഇവിടെ നമ്മൾ സൈൻ എക്സിനെയാണ് യു ആക്കുന്നത്. സൈൻ എക്സിനെ യു ആക്കിയാൽ ഇത് ഇ റേസ്ഡ് ടു യു ആകും. ഇ റേസ്ഡ് ടു യുവിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ പഠിച്ചതാണ്. ഇ റേസ്ഡ് ടു യു തന്നെയാണ്, അതേ ഫംഗ്ഷൻ തന്നെയാണ്. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഒരു പ്രത്യേകതയാണ്, ഡെറിവേറ്റീവ് അത് തന്നെയാണ്. അപ്പോൾ ഇ റേസ്ഡ് ടു സൈൻ എക്സിനെ യു എന്ന് എടുത്തപ്പോൾ ഇ റേസ്ഡ് ടു യു ആയി. ഇ റേസ്ഡ് ടു യുവിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ്ഡ് ടു യു തന്നെയാണ്. ദാറ്റ് മീൻസ് ഇ റേസ്ഡ് ടു സൈൻ എക്സ് തന്നെയാണ്. പക്ഷെ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ലല്ലോ. ഇനി ഇൻറ്റു എന്താ എഴുതണം? ഇൻറ്റു നമ്മൾ യു എന്നെടുത്ത ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എഴുതണം. യു എന്നെടുത്ത ഫംഗ്ഷൻ സൈൻ എക്സ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് എഴുതണം. അതിൻ്റെ ഡെറിവേറ്റീവാണ് കോസ് എക്സ്. അപ്പോൾ ഇ റേസ്ഡ് ടു സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ എല്ലാം ഈ ഒരു ടെക്നിക്ക് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സ്വയം ഇത് ചെയ്യണം. ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പം നമ്മൾ ഈ മനസ്സിൽ യു എന്നൊക്കെ വിചാരിച്ചൊക്കെയാണ് ചെയ്തത് അല്ലേ? സൈൻ എക്സിന് യു ആക്കി, അപ്പോൾ ഇ റേസ്ഡ് ടു യു ആയി. ഇ റേസ്ഡ് ടു യുവിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ്ഡ് ടു യു തന്നെയാണ്, അപ്പോൾ അത് ഇ റേസ്ഡ് ടു സൈൻ എക്സ് ആണ്. ഇനി ഇൻറ്റു നമ്മൾ യു എന്നെടുത്ത ഫംഗ്ഷൻ സൈൻ എക്സ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ചെയ്തത്. പക്ഷെ കുറേ അധികം ചെയ്ത് കഴിയുമ്പോൾ ഈ യു എന്നൊന്നും മനസ്സിൽ ചിന്തിക്കാതെ തന്നെ നമുക്കിത് ചെയ്യാൻ പ്രാക്ടീസ് ആവും. ഒരു പ്രോബ്ലം കൂടി നമുക്ക് 2 പ്രോബ്ലം കൂടി നമുക്ക് ചെയ്യാം. സൈൻ റേസ്ഡ് ടു 5x. സൈൻ റേസ്ഡ് ഇപ്പോൾ തുടങ്ങാം. y ഈസ് ഈക്വൽ ടു സൈൻ റേസ്ഡ് ടു 5x. സൈൻ റേസ്ഡ് ടു 5x എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ദ ഹോൾ റേസ്ഡ് ടു 5. നമ്മൾ സൈൻ എക്സിനെ യു എന്ന് എടുക്കുന്നു. സൈൻ എക്സിനെ യു എന്ന് എടുത്താൽ അത് യു റേസ്ഡ് ടു 5 എന്നായി.
യു റേസ് ടു 5ന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം. എക്സ് റേസ് ടു n ന്റെ ഡെറിവേറ്റീവ് n എക്സ് റേസ് ടു n മൈനസ് 1 ആണ്. അപ്പോൾ യു റേസ് ടു 5ന്റെ ഡെറിവേറ്റീവ് 5 യു റേസ് ടു 5 മൈനസ് 1 ദാറ്റ് ഈസ് 5 യു റേസ് ടു 4. യു സൈൻ എക്സ് ആണല്ലോ. അപ്പോൾ 5 ഇൻറ്റു സൈൻ എക്സ് ദ ഹോൾ റേസ് ടു 4 അല്ലെങ്കിൽ 5 ഇൻറ്റു സൈൻ എക്സ് ദ ഹോൾ റേസ് ടു 4 മീൻസ് സൈൻ റേസ് ടു 4x. 5 ഇൻറ്റു സൈൻ റേസ് ടു 4x അതാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. 5 ഇൻറ്റു സൈൻ റേസ് ടു 4x. സൈൻ എക്സിന് യു എടുത്തു. അപ്പോൾ യു റേസ് ടു 5 ആയി. യു റേസ് ടു 5ന്റെ ഡെറിവേറ്റീവ് 5 യു റേസ് ടു 4 ദാറ്റ് മീൻസ് 5 ഇൻറ്റു സൈൻ എക്സ് ദ ഹോൾ റേസ് ടു 4 അതാണ് 5 ഇൻറ്റു സൈൻ റേസ് ടു 4x. ഇനി തീർന്നില്ല. ഇൻറ്റു നമ്മൾ യു എന്നെടുത്ത ഫംഗ്ഷൻ സൈൻ എക്സ് ആണ്. ആ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് അത് കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ്. ഒരെണ്ണം കൂടി ടാൻ റേസ് ടു 7x. ഞാനിപ്പോൾ ഇവിടെ എല്ലാം ഞാൻ സൈഡിൽ ഇങ്ങനെ മാറ്റി യു എന്ന് കാണിച്ചാണ് ചെയ്ത് പോയത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയതാണ്. നമ്മൾ നോട്ടിൽ അങ്ങനെ തന്നെ എഴുതിക്കൊള്ളൂ, ഇതേപോലെ തന്നെ നോട്ടിൽ എഴുതിക്കൊള്ളൂ. പക്ഷേ പരീക്ഷയിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ആവുമ്പോൾ ഇതൊന്നും വേണ്ട, ഇത് ഈ യൂന്നൊന്നും എഴുതണ്ട. അതൊക്കെ നമ്മുടെ മനസ്സിൽ മാത്രം ചിന്തിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയണം. ടാൻ റേസ് ടു 7x നേരത്തെ പറഞ്ഞ കണക്കാണ്. ടാൻ y = ടാൻ റേസ് ടു 7x. ടാൻ എക്സ് ദ ഹോൾ റേസ് ടു 7 എന്നാണ്. ടാൻ എക്സ് ദ ഹോൾ റേസ് ടു 7 ആകുമ്പോൾ ടാൻ എക്സിനെയാണ് നമ്മൾ യു ആക്കുന്നത്. അപ്പോൾ യു റേസ് ടു 7. യു റേസ് ടു 7ന്റെ ഡെറിവേറ്റീവ് 7 യു റേസ് ടു 6. That means 7 into u means tan x the whole raised to 6 that is 7 tan raised to 6x into ഇനി നമ്മൾ u എന്നെടുത്ത ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്, നമ്മൾ u എന്നെടുത്തത് tan x നെയാണ്, അതിന്റെ ഡെറിവേറ്റീവ് അത് 6 സ്ക്വയർ x അങ്ങനെ കിട്ടി. 7 tan raised to 6x into 6 സ്ക്വയർ x. അപ്പോൾ ഈ ഒരു റൂള് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ഈ പ്രോബ്ലങ്ങൾ ചെയ്ത് പഠിച്ച് തനിയെ ചെയ്ത് നോക്കണം, തനിയെ ചെയ്ത് പ്രാക്ടീസ് ആവണം. തീർച്ചയായും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് നിങ്ങൾ പഠിക്കാതെ വിട്ടാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഡിഫറൻഷിയേഷൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. അങ്ങ് ഡിഫറൻഷിയേഷൻ ഫുള്ള് പോയി. ഡിഫറൻഷിയേഷൻ പോയാൽ അടുത്ത ചാപ്റ്റർ ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻഷിയേഷൻ, തൊട്ടടുത്ത ചാപ്റ്റർ ഇൻ്റഗ്രേഷൻ, അതിൻ്റെ അടുത്ത ചാപ്റ്റർ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ, അതിൻ്റെ അടുത്ത ചാപ്റ്റർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ +2 മാത്സ് നമുക്ക് നഷ്ടപ്പെട്ടു എന്നർത്ഥം. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് റൂളാണ്. നേരെ മറിച്ച് ഇത് നന്നായി മനസ്സിലാക്കിയാൽ നിങ്ങൾ ഡിഫറൻഷിയേഷൻ, ഇനി അങ്ങോട്ടുള്ള ഡിഫറൻഷിയേഷനൊക്കെ വളരെ സിമ്പിളാണ്, ഈസി ആയിട്ട് ചെയ്തു പോവാം. ചെയിൻ റൂൾ അത്രയ്ക്ക് ബേസിക് റൂളാണ്. ഇത് മാത്രമല്ല, ഇതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായി പഠിച്ച സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ, അതിൻ്റെ തിയറങ്ങൾ, ആ പ്രോഡക്റ്റ് റൂള്, കോഷ്യൻ റൂള്, ചെയിൻ റൂള്, ഇത്രയുമാണ് ഡിഫറൻഷിയേഷൻ്റെ ബേസ്. നമ്മളൊരു വീട് കെട്ടുമ്പോൾ അതിൻ്റെ ബേസ്മെൻറ്റ് എന്ന് പറയുന്നത് പോലെ, ആ ബേസ്മെൻറ്റ് പോയാൽ എല്ലാം പോയി. അതുപോലെയാണ് ഈ ബേസ്മെൻറ്റ് ക്ലിയർ ആയിരിക്കണം. ഇതിൽ നന്നായി ചെയ്ത് പഠിക്കണം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ചോദിച്ച് ഇത് ക്ലിയർ ആക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ചിലപ്പോൾ ചില ടോപ്പിക്കിലൊക്കെ നമ്മൾ ഏതെങ്കിലും ഭാഗം വിട്ടു പഠിക്കുക ഒക്കെ ചെയ്യാറുണ്ടായിരിക്കാം. പക്ഷെ ഒരിക്കലും ഈ ഭാഗം അങ്ങനെ ചെയ്യരുത്. കാരണം അത്ര ബേസിക്കാണ്, അത്രയ്ക്ക് പ്രാധാന്യത്തോടെ ഇത് പഠിക്കുക. ഈ ക്ലാസ് ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. താങ്ക്സ്.